തക്കാളി എവിടെ വെച്ചിരിക്കുന്നത്? ചേട്ടാ ഈ തക്കാളി എവിടെ വെച്ചിരിക്കണേ? മത്തിരിക്കണേന്റെ പുറയിലോ? അതെന്താ തക്കാളി ആരെങ്കിലും ഒന്ന് ഒളിവിൽ പോയിരിക്കുക ഇടയ്ക്കിടയ്ക്ക് താമസം മാറ്റാനായിട്ട്? തക്കാളി കുഴപ്പമൊന്നുമില്ലോ അല്ലേ? അല്ല ബൈജു, എന്താ പിച്ചും പേയും പറയുന്നേ? ഈ ജോലിയും കൂലി ഇല്ലാണ്ടിരിക്കുന്ന സമയത്തേ 24 മണിക്കൂറും ടി വി കണ്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ പിച്ചും പേ അല്ല, എപ്പം ചങ്ങല കിട്ടുമെന്ന് ചോദിച്ചാൽ മതി. അല്ല, ഇതുവരെ ജോലിയൊന്നും ശരിയായില്ലേ? ആ ന്യൂയോർക്ക് സിറ്റിയിലെ മേയറല്ലേ, മേയറുടെ ജോലി ശരിയുണ്ടായിരുന്നു. അമ്മച്ചിക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ പോകണ്ടെന്ന് വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ജോലി ശരിയായോ എന്ന് ചോദിക്കണ്ട, ശരിയാവുമ്പോൾ അങ്ങോട്ട് പറയാം. ഓക്കെ ബൈജു, ഒരു ലോഗ്യം ചോദിച്ചതല്ലേ? അവിടെ പുറകെ നല്ല മത്തി ഇരിപ്പുണ്ട്, കുറച്ച് പോയി എടുത്തോണ്ട് പോവാ. മീൻ വാങ്ങിച്ചിട്ട് എന്തിനാ? പെണ്ണ് നാട്ടിൽ പോയിക്കാ. നമ്മളിപ്പോഴേ ആ ബേബി കുട്ടൻ്റെ വീട്ടിലാ. ഫുൾ കോസ്റ്റ് കട്ടിങ് ആണ് ചേട്ടാ. തൂക്ക് പെട്ടെന്ന്. എടോ, താൻ ആ ഫില്ലിലുള്ള റിക്വയർമെൻറ്റിന് എൻ്റെ ഏത് റെസ്മേ അയച്ചത്? അതാ മൈ ഡോക്കിൽ കിടക്കുന്ന സാധനം. ഞാൻ തന്നോട് പറഞ്ഞതില്ലേ കൃഷി_ജാവ അയക്കണമെന്ന്. ഇതിപ്പോൾ കൃഷി_സാപ്പ് അയച്ചിരിക്കുന്നത്. ജാവ റിക്വയർമെൻറ്റ് സാപ്പ് അയച്ചിട്ട് എന്തെടുക്കാനാ? ശേ, അങ്ങനെ ഒരു ചാൻസും കൂടെ മാറിക്കിട്ടി. ഓ പിന്നെ നീ എന്നെ പറഞ്ഞോ, 5-6 വെറൈറ്റി റെസ്യൂമേ അല്ലേ ഉണ്ടാക്കിയിട്ടിരിക്കണേ. കൃഷ്_ജാവ, കൃഷ്_സോപ്പ്, കൃഷ്_കോപ്പ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നീ ഇത് രാജു സോഫ്റ്റിലേക്ക് അയക്കും. അത് കഴിഞ്ഞ് രാജു സോഫ്റ്റ് എടുത്ത് ഗോവിന്ദ് ടെക്കിലേക്ക് ഫോർവേഡ് ചെയ്യും. ഇവന്മാർ അതെടുത്ത് വേറെ എവിടേക്കെങ്കിലും അയക്കും. ഇതെല്ലാം കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് സാധനം ക്ലിക്കായാലോ ഈ രാജും ഗോവിന്ദനും റെഡ്ഡിയും കൂടെ കൈയിട്ട് വാരി നമുക്ക് കിട്ടുന്നത് നക്കാപ്പിച്ച. അതെ, അതാ ഈ H1Bയുടെ പ്രശ്നം. ഞാൻ ആ ഗ്രീൻ കാർഡ് വരാൻ ഇങ്ങനെ കാത്തിരിക്കുക. അതൊരു കാത്തിരിപ്പ് തന്നെയായിരിക്കും. ചെതൽ വരാണ്ട് നോക്കണേ. എന്തിനടേ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഫുൾ ടൈം വർക്ക് ഫ്രം ഹോം ആണല്ലേ? ഡേ ശവത്തിൽ കുത്താതെ. ഇപ്പോൾ IT ഇച്ചിരി ഡള്ളാണെന്നേ ഉള്ളൂ. മാർക്കറ്റൊക്കെ പൊങ്ങി വരുന്നുണ്ട്. I see a light at the end of the tunnel. അതൊരു ട്രെയിനിൻ്റെ ഹെഡ്ലൈറ്റ് ആവാതിരുന്നാൽ മതി. ഞാനൊരു കാറ് വാങ്ങിച്ചാലും ആലോചിക്കുക. ഇനി വിൻ്ററിൽ ഈ സ്നോയിൽ ബസ്സിലൊക്കെ കയറി ഗ്രോസറി വാങ്ങിക്കാൻ പോകാൻ. നീ എന്നാ പറയുന്നു? നമുക്ക് അത്യാവശ്യമായിട്ട്. അല്ല, നീ എന്നാ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ല, ഇതിൻ്റെയൊക്കെ വിലയെന്ന് അറിഞ്ഞിരിക്കാൻ വിചാരിച്ചു. എടാ, അമ്മയാ? എൻ്റെ അമ്മയാ? നിന്റെ അമ്മയല്ലേ, എൻ്റെ അമ്മയാ. നീ എട്. ഞാനിവിടെ ഇല്ല. ഹലോ, ആ ആൻറ്റി, എന്നാ ഉണ്ട് ആൻറ്റി? ആ സുഖം തന്നെ ആൻറ്റി. ഇല്ല ആൻറ്റി, അവൻ ഇപ്പോഴും അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ആ ആ ഞാൻ ഉദ്ദേശിക്കാം ആൻറ്റി. അങ്ങനൊന്നും ഉണ്ടായില്ല ആൻറ്റി. ഓക്കെ ഇല്ല ആൻറ്റി, ആൻറ്റി കാശിയല്ലാണ്ട് അവൻ വന്ന ഉടനെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഓക്കെ ശരി ആൻറ്റി. എന്നതാടേ ഇത്? ആ ജോത്സ്യൻ ഇന്നും വന്ന് നിന്റെ ജാതകം നോക്കിയിട്ട് ഇക്കൊല്ലം നിന്റെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ ഇനി 4 കൊല്ലം കഴിഞ്ഞ് നടക്കത്തുള്ളതെന്നാണ് അവർ പറയുന്നത്. എടാ, ആദ്യം അടി കൊടുക്കേണ്ട ആ ജോത്സ്യനാണ്. 2 ആഴ്ച കൂടുമ്പോൾ ജാതകം നോക്കാൻ ഞാൻ വല്ല യുദ്ധത്തിന് പോവുകയാണോ? കല്യാണ പ്രായമൊക്കെ ആയില്ലേ, നീ എന്തിനാ മടിച്ചിരിക്കുന്നത്? എടാ, ഇക്കാര്യത്തിൽ ഒരു മടിയും ഇല്ലാത്ത ആളാണ് ഞാനെന്ന് നിനക്കറിയില്ലേ? എല്ലാം ഒന്ന് ഒത്തു വരണ്ടേ? 4 ജോത്സ്യന്മാർ കബഡി നിരത്തി ഓക്കെ പറഞ്ഞാൽ അമ്മ പ്രൊസീഡ് ചെയ്യുള്ളൂ. കഴിഞ്ഞ ആഴ്ച നീ കണ്ടതല്ലേ 10ൽ 10 പൊരുത്തമുള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ. 2 സൈഡ് മുടിയെല്ലാം പിന്നിയിട്ട് റിബണെല്ലാം ചുറ്റി ധാവണിയെല്ലാം കൊടുത്തൊരു പെൺകുട്ടി. ഇവിടെ അങ്ങനെ ഒരു പെൺകുട്ടിയെ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റുമോ? ക്ലബിൽ കൊണ്ടുപോകാൻ പറ്റുമോ? സോഷ്യൽ ഗ്യാതറിങ്ങിന് പോകാൻ പറ്റുമോ? എന്തിന് നമ്മുടെ ഹോസ്പിറ്റലിലെ പാർട്ടിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അവിടെയൊക്കെ ഓരോ പെണ്ണുങ്ങൾ വരുന്നത് എന്ത് സ്മാർട്ടായിട്ടാ. എന്തായാലും നീ വീട്ടിലോട്ടൊന്ന് വിളിക്കാം. നിന്റെ അമ്മ ആകെ പറയിടാ. നീ ഇവിടെ കണ്ട മതാന്മാരോടൊക്കെ ചുറ്റിക്കളിച്ച് നടക്കുന്നത് അമ്മയുടെ വിചാരം. നമ്മുടെ ദാരിദ്ര്യാവസ്ഥ നമുക്കല്ലേ അറിയൂ. നാട്ടിലിരിക്കുന്നവരുടെ വിചാരം ഇവിടെ മതാമൊരു ചുമ്മാ നടക്കുന്നെന്ന്. നമുക്കിതൊക്കെ വലിയ ഒരു ആശ്വാസം. ഓ, എന്തിനു ചലിക്കാൻ താടി അങ്ങനെ പോകുന്നു. Look at these photographs. How's the girl? This is not your cousin, right? No. Then I will tell you. She's very sexy, man. Yeah, she's my fiance. Then I'm sorry. Then she's not sexy. Huh?
അപ്പാച്ചാണ് ഈ അമേരിക്കയിൽ വണ്ടി വാങ്ങിക്കുവാണെങ്കിൽ ഏത് വണ്ടിയാണ് നല്ലേ? താൻ ഔഡി ടി സീരീസ് നോക്ക്, അതാകുമ്പോൾ V6 ആ, നല്ല വണ്ടിയാണ്. ഓ, അതിപ്പോൾ ടൊയോട്ട കൊറോളയും V6 അല്ലയോ? അതിലും 6 പേർക്ക് ഇരിക്കാമല്ലോ. അതെ, ടെക്സാസിൽ നിൻ്റെ അമ്മാച്ചൻ വിളിച്ചായിരുന്നു. അമ്മാച്ചൻ പറഞ്ഞു വാങ്ങിക്കുവാണെങ്കിൽ ഹോണ്ട സിവിക് അല്ലെങ്കിൽ ടൊയോട്ട കൊറോള വാങ്ങിക്കണമെന്ന്. അതിലേതാ നല്ല വണ്ടി? ഞാനൊരു കാര്യം ചെയ്യും, കൊറോളയുടെ V8 ഇറങ്ങിയിട്ടുണ്ട്, അതിലാകുമ്പോൾ 8 പേർക്ക് ഇരിക്കാം. അമ്മാച്ചനെ വിളിച്ചെന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടെന്ന്? ശരി, അമ്മാച്ചനൊന്ന് വിളിക്കാം എന്തായാലും. ചേട്ടാ ഈ പോകുമ്പോഴത്തേന് വീണ്ടും വില കൂട്ടിയില്ലേ? ഇല്ലല്ലോ. ഉണ്ടല്ലോ. ഇതിന് ഇന്നലെ 1.75 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 2.50. പക്ഷേ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ജീവിക്കണേ. ഭാര്യൊന്നും വീട്ടിലില്ല. ആ ഗോൾഡ് ഡോർ എടുത്തേ. അതിൻ്റെ കാർഡ് വേണ്ട, മറ്റേ ഗോൾഡ് ഡോർ എടുക്ക്, അതാ നല്ലത്. അത് തീർന്നു പോയല്ലോ. ആ 8 സെൻറ്റ് ബാക്കിൽ. ആ അതന്നെ വേണ്ട. ഇതാ പറയണേ, മാഷ്ക്ക് ഒരു ഐഡിയയിൽ ഇവിടെ എന്തുട്ടാ നടക്കണേന്ന്. ഒരു കാര്യം ചെയ്യ്, ഞാനൊരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഉണ്ടാക്കി തരാം. ഇൻവെന്ററി മാനേജർ? അടിപൊളി സംഭവമാണ്. എല്ലാം ഈ കട മൊത്തം കമ്പ്യൂട്ടറിലാക്കി തരാം. അപ്പോൾ വെറുതെ കമ്പ്യൂട്ടറിൽ നിന്ന് കുത്തിയാൽ മതി, ഇവിടെ എന്താ നടക്കണേ, എന്ത് പോയി എന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ദേ ആ സ്റ്റാക്കിൽ ആ CD ഒരെണ്ണം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടൻ അതിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ അറ്റോ തേങ്ങ പറ്റും, എല്ലാവരും പറ്റിക്കും. ഞാൻ ചിന്തിക്കാം. 463. Yeah, Kush people, being engaged is a very nice feeling. Yeah, I can see that. Your face is all shining, little thief. Huh? But how can you marry without knowing the girl? Yeah, what है? You need at least 1 year to romance. अब मेरा देख, I'm getting married next year. Right. It gives me 1 full year to romance. Right. I think it's her. Hello, sweetie. എടാ, ജനിക്കുകയാണെങ്കിൽ പഞ്ചാബിയായിട്ട് തന്നെ ജനിക്കണം. ഇവന്മാർക്ക് ചുമ്മാ താടി മുടിയും വളർത്തി നടന്നാൽ പോരെ? നല്ല മോഡേണായിട്ടുള്ള പെണ്ണുങ്ങളെ കിട്ടാൻ ഇവന്മാർക്ക് ഒരു പ്രശ്നമില്ലെന്ന്. എടാ, ആണുങ്ങളെ കാട്ടി പെണ്ണുങ്ങളുള്ള നാട്ടിലെ കേരളം, അവിടെയാണോ പെണ്ണ് കിട്ടാൻ പാട്? എടാ, നീ നമ്മുടെ മലയാള മനോരമ പത്രത്തിൽ നല്ലൊരു മാട്രിമോണി കൊടുത്ത് ഒരു പരസ്യം കൊടുക്ക്. ഇല്ലെങ്കിൽ ഇന്റർനെറ്റിൽ തരില്ല ആവശ്യം പോലെ സൈറ്റ്. നീ ഒന്ന് നോക്കടാ. ഒന്ന് പയറ്റി നോക്കല്ലേ. നോക്ക്. ഹലോ മനോരമയല്ലേ? അതെ, ഒരു ആഡ് കൊടുക്കാനാ. എന്താ അതിൻ്റെ റേറ്റ്? ആ വലുതായിക്കോട്ടെ. കളർ അയ്യോ, ചരമക്കോളമല്ല, കല്യാണം കഴിക്കാനാ. Yeah. I know web service, yeah. Ajax, yes, I've worked with it for at least 3 years now. Yeah. What is that? Summer? Hey, ഈ സമ്മർ അത് അപ്പാച്ചിയുടെ പുതിയ പ്രോജക്റ്റാണ്, ഓപ്പൺ സോഴ്സ്, സ്പ്രിങ്ങിൻ്റെ ചേട്ടൻ. ഉമ്മാർക്കൊന്നും ഒരു പണിയില്ലേടെ, വെറുതെ ഇരുന്ന് ഓരോന്ന് ഉണ്ടാക്കി വിടും, മനുഷ്യനെ മെനക്കെടുന്നുണ്ട്. ഷേ. ഹലോ? Yes, you were saying summer. Yes. Yeah, I know summer. Yes. What? No, you want to go to Switzerland? Everyone goes to Switzerland. Let's try something more exotic. Yeah, more romantic. ആ കൃഷിയുടെ ജോലി പോയല്ലേ, കുക്കിംഗ് ഒക്കെ കറക്റ്റ് സമയം നടക്കുന്നുണ്ട്. സാമ്പാർ വെച്ചാ? സാമ്പാർ, ചിക്കൻ, എനിക്ക് വയ്യ. മാട്രിമോണിയൽക്കാർ വിളിക്കുന്നു പറഞ്ഞത്. ആരോ ഫോണിൽ ഉമ്മ വെച്ച് കളിയും. എടാ, അതാ സണ്ണി സിംഗ് അവൻ്റെ പെണ്ണിനോട് വല്ലതും പഞ്ചായത്ത് അടിക്കുന്നതായിരിക്കും. നീ ചുമ്മാ ഫോൺ കട്ട് ചെയ്യും. പാടിയൊരു ഉമ്മയായിരുന്നു. ആശാനെ, ഇതുപോലത്തെ ഒരു മാഗസീനിൽ മാട്രിമോണിയിൽ കൊടുക്കാൻ എന്താ വഴി? തന്നെ കാര്യം ചെയ്യും, ആ കവർ പേജിലുള്ളൊരു ഫോട്ടോ എടുക്കുക, അത് നമുക്ക് അടുത്ത ലക്കത്തി അതേപടി അവിടെ തന്നെ കൊടുക്കാം. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. മലയാള മനോരമയിൽ കളർ ഫോട്ടോക്ക് അഡ്വർടൈസ്മെന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കസിൻ്റെ നമ്പറാണ് കോൺടാക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പുള്ളി എന്നെ ഇപ്പം വിളിക്കും. പിന്നെ ജോലിയുള്ളത് കൊണ്ട് എനിക്ക് പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൻ്റെ ഇന്റർവ്യൂ കോളാം. ദൈവത്തെ വെറുതെ അവിടെ കിടന്ന് ബഹളം വെക്കരുത്. ഇത് ഓഫീസ് നമ്പർ ആണെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഹലോ, ദിസ് ഇസ് ഇൻഫോടെക് സൊല്യൂഷൻസ്, സീനിയർ ഡെവലപ്പർ സ്പീക്കിംഗ്. Hey, sweetie. कैसे हो? എടാ, നിക്ക് ലിസ്റ്റ് എടുത്തിട്ടുണ്ടോ നോക്കട്ടെ. ഇല്ലേ നിക്ക് മിക്സർ എഴുതിയിട്ടുണ്ടോ?
അവൻ്റെ ഒരു മിക്സർ. ഇവിടെ മിക്സർ വാങ്ങിക്കുന്ന കൊള്ളാം, ഒരു ഒറ്റ മിക്സർ നിർത്തിക്കോണം. വീട്ടിലാണെങ്കിൽ ജോലിയും കൂലിയും ഇല്ലാതെ 3-4 വന്ന് കിടപ്പുണ്ട്. മെസ്സൊക്കെ ആകെ ബഡ്ജറ്റിലാണ് ഓടുന്നത്. എനിക്കറിയാം എൻ്റെ കഷ്ടം, അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടുമൊക്കെ ചിലവായിക്കോണം കേട്ടോ. ഞാൻ ഒരു അവലോസുണ്ട് എടുക്കും. സോമേട്ടാ, ഇവിടെ ഈ കൂപ്പൺ എടുക്കുമോ? ഈ ബൈ 1 get 1 ഫ്രീ കൂപ്പൺ. ബൈ 1 get 1. ബൈജു നീ